Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോണത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലായാലും അതേപോലെ തന്നെ +1 +2 ഇതിലൊക്കെ 2 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. 9ലും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ? എന്തായാലും നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സുകാർക്ക് വരുന്ന പാറ്റേണിലുള്ള ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് തയ്യാറാക്കാൻ പോണത്. നമ്മുടെ SLC പരീക്ഷയ്ക്ക് 2 മാർക്കിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കാറുള്ളതല്ലേ മക്കളെ? അപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മുടെ ഉടായിപ്പ് ശൈലിയിലൂടെ വളരെ സിമ്പിളായിട്ട് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അതിപ്പം തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അത് പ്രയോജനപ്പെടും. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 30നും 40നും ഇടയിൽ മാർക്ക് കിട്ടും. അതിൽ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു 30ന്റെ മുകളിൽ മാർക്ക് അതിനുള്ളിൽ തന്നെ വരും. അത് 100% ഉറപ്പാണ്. ഇനി അത് കൂടാതെ ജോഗ്രഫിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്ലൈഡ്സും നോട്ടൊക്കെ തയ്യാറെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ അറിയാലോ, ഞാനിപ്പോൾ ഓൾറെഡി ആക്സിഡന്റ് ആയതിനു ശേഷം വളരെ ടയേർഡാണ്. എൻ്റെ ഈ കോലൊക്കെ കണ്ടാൽ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറിന് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ എന്ന്. സംഭവം ഉറക്കൊന്നും ഇപ്പോൾ മര്യാദയ്ക്ക് കിട്ടില്ല. അത് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വായിക്ക് പൊണ്ണുണ്ട്, മുറിവുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ മുറിവൊക്കെ വലുതായിട്ട് ഇതായി ചുണ്ടിൻ്റെ മേലെയും ഇവിടെയൊക്കെ നല്ല വലിയ മുറിവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല. കുറേ ദിവസമായിട്ട് കഞ്ഞിയാണ്, ഞാനും കഞ്ഞിയാണെന്നല്ലേ. എന്തായാലും കുറേ ദിവസമായിട്ട് കഞ്ഞി അല്ലെങ്കിൽ വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അതാണ് ഇപ്പോൾ അവസ്ഥ. സംസാരിക്കാനൊന്നും കുറേ കഴിയില്ല. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ ഒരു ഓയിൽമെൻറ്റ് ഉണ്ട്. അത് വരട്ടി കഴിഞ്ഞാൽ കുറച്ച് വേദന കുറയും. അത് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചില വാക്കുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ക്ലിയർ ആവാത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മക്കൾ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഈ ജോഗ്രഫിയുടെ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പെട്ടെന്നാവില്ല. എന്തായാലും എനിക്കൊരു 1-2 ആഴ്ചൻ്റെ ടൈം തരണം. 1-2 ആഴ്ച ഒന്നും വേണ്ട, ഒരാഴ്ചൻ്റെങ്കിലും ടൈം തരണം. പിന്നെ പോരാത്തതിന് ഞാനിപ്പോൾ വയനാട് നിന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു തിരക്കുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് സ്വതവേ ദുർബലം, അത് കൂടി ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം എൻ്റെത്. ആരോഗ്യപരമായിട്ടും വീക്കാണ്. പോരാത്തതിന് പുറമേയുള്ള തിരക്കുകൾ വേറെ, എല്ലാം കൂടി ആയിട്ട് ആകപ്പാട് അൽഗുൽത്താണ്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും കോളുകൾ എടുക്കാൻ ഒരുപാട് കുട്ടികൾ വാട്സപ്പിൽ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജുകൾ അയക്കുന്നവർക്കൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം അവരൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. ഇതാണ് അവസ്ഥ. അതേപോലെ തന്നെ പലരുടെയും കോളുകൾ എടുക്കാൻ സാധിക്കാറില്ല. ചിലതൊക്കെ ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണ്, വേറെ ഒന്നല്ല, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 5 മിനിറ്റെങ്കിലും ഒരാളോട് സംസാരിക്കേണ്ടി വരും. അത് അത്രയും സംസാരിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്കുള്ള ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താ സംഭവം. 2 പേര് തമ്മിൽ നടക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കുന്ന രീതിയിലാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു സംഭാഷണം നടക്കും. അതിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കഥാപാത്രം അതിനൊരു മറുപടി പറയും. ആ സംഭാഷണത്തിന് താഴെ ഒരു ചോദ്യം വരും, 2 ചോദ്യങ്ങൾ വരും അല്ലേ, A B എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ ചോദ്യം വരിക? എന്താണ് ഒന്നാമത്തെ കണാരൻ രണ്ടാമത്തെ കണാരനോട് ചോദിച്ചത് അല്ലേ? ദെൻ അടുത്ത ചോദ്യം എന്താണാവുക? രണ്ടാമത്തെ കണാരൻ എന്താണ് അതിന് മറുപടി നൽകിയത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 ചങ്ങായിമാർ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജോണും ക്രോണിനും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിച്ചോ. ജോൺ ക്രോണിനോട് എന്തോ ഒന്ന് ചോദിച്ചു, ക്രോണിൻ അതിനൊരു മറുപടിയും പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചാൽ ജോൺ ക്രോണിനോട് എന്താണ് ചോദിച്ചതെന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അത് പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങളത് കേട്ടു, പക്ഷെ നിങ്ങളുടെ ടീച്ചർ അത് കേട്ടില്ല. അപ്പൊ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് മോനെ ജോണ് ക്രോണിനോട് ചോദിച്ചത്? അപ്പൊ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയ ചില മെത്തേഡുകളൊക്കെ ഉണ്ട്. അതായത് ചില ടെൻസിലൊക്കെ മാറ്റം വരും, ചില വാക്കുകളിലൊക്കെ മാറ്റം വരും. അതാണ് നമ്മൾ ഉടായിപ്പിലൂടെ പഠിക്കാൻ പോണത്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, ക്രോണിൻ എന്താണ് അതിന് മറുപടി പറഞ്ഞത്? അപ്പൊ അതും ടീച്ചറാണല്ലോ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഈ 2 കഥാപാത്രങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന കോൺവെർസേഷനിലെ കഥാപാത്രങ്ങളെ അവരില്ല. റിപ്പോർട്ടർ സ്പീച്ചിൽ അവരില്ല. അവർ 2 പേര് സംഭാഷണം നടത്തി അവർ പോയി. ഇനി നിങ്ങളും നിങ്ങളുടെ ടീച്ചറും തമ്മിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അപ്പം നിങ്ങളും നിങ്ങളുടെ ടീച്ചറും തമ്മിലായതുകൊണ്ട് ഈ നമുക്ക് തരുന്ന ചോദ്യത്തിൽ I, V ഇങ്ങനെയുള്ള യു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? മറ്റ് ചില പ്രോനൗണുകളായിട്ട് ചിലപ്പോൾ ആണാണെങ്കിൽ ഹി ആക്കേണ്ടി വരും, പെണ്ണാണെങ്കിൽ ഷീ ആക്കേണ്ടി വരും, കുറേ ആൾക്കാരുണ്ട് ദേ ആക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും. അതെപ്പോഴും നിങ്ങൾ ഓർക്കുക. അതായത് നമുക്ക് ചെയ്യാനുള്ള റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തായാലും I, V, U ഈ 3 പ്രോനൗണുകൾ വരില്ല. അതായത് ഞാൻ, നീ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ, ഞങ്ങൾ എന്നൊന്നും വരില്ല. അത് അവൻ, അവൾ, അവർ എന്നൊക്കെ രീതിയിലേക്ക് മാറും. ഇതെപ്പോഴും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രസന്റ് ടെൻസ് ഒക്കെ പാസ്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് നടക്കുന്നു എന്നുള്ളത് നടന്നു എന്നാവും, കിടക്കുകയാണ് എന്നുള്ളത് കിടന്നു എന്നാവും, ഒക്കെ എന്തായിട്ട് മാറും? പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ടൈപ്പിലൂടെ നമ്മൾ പഠിപ്പിച്ചുതരാം. ശ്രദ്ധിക്കും മക്കളെ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇതിലാണ് നിങ്ങളുടെ ഫുള്ള് കളികളുള്ളത് കേട്ടോ. ഇത് കാണാതെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് തെറ്റൂല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബുകൾ പഠിച്ച ഓർമ്മയില്ലേ മക്കളെ? ഈസ്, ആം, ആറ്, വാസ്, വേർ എന്നൊക്കെ പറഞ്ഞിട്ട് 24 ഹെൽപ്പിംഗ് വെർബ്. അതിൽ ചില ഹെൽപ്പിംഗ് വെർബുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഉടായ്പ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ടെൻസ് ഒന്നും പഠിക്കണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻസ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ട് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആവുന്നു, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആകെ ടെൻഷൻ ആക്കി ഉണ്ടാവും. അങ്ങനെ ഒന്നും ഇക്ക പറയുന്നില്ല. നിങ്ങൾ ഇത് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, തൊണ്ടോ നീരിയൊക്കെ കണ്ട പഠിച്ചോണ്ടി. സോ നമുക്ക് നോക്കാം. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണം? നിങ്ങൾക്കൊരു ചോദ്യം തരില്ലോ, രണ്ടുപേര് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ. നമുക്ക് ഉദാഹരണങ്ങളൊക്കെ ചെയ്യട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണം, നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻ കാണാം അല്ലേ? റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് കാണാം. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ആ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാം. ആ കോൺവെർസേഷനകത്ത് ഓരോരുത്തരും പറയുന്ന ഡയലോഗിനകത്ത് ഈസ് എന്നോ ഏം എന്നോ ആർ എന്നോ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരാൾ പറയുന്ന ഡയലോഗ്, ആദ്യം ഒരു ക്വസ്റ്റ്യൻ അല്ല ഉണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും ഒരു കഥാപാത്രം അല്ലേ? ആ ചോദ്യത്തിനകത്ത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടോ നോക്കുക. ഇനി അപ്പുറത്തെ റിപ്ലൈയിലും അതന്നെ നോക്കുക. മറ്റാൾ പറയുന്ന റിപ്ലൈയിലും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഈസ്, ആം, ആർ അങ്ങോട്ട് ഒഴിവാക്കുക. ഏതാണോ വന്നത് അതങ്ങോട്ട് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒന്നുകിൽ വാസ് വെക്കണം അല്ലെങ്കിൽ വേറ് വെക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഈസ്, ആം, ആർ എന്നീ ഹെൽപ്പിംഗ് വെർബുകൾ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ വാസ് അല്ലെങ്കിൽ വേറാക്കണം. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് ഒരാളെ ഉള്ളെങ്കിൽ വാസ് വെക്കണം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വേറ് വെക്കണം. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ചെയ്യാൻ പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ കിട്ടിയില്ലേ? ഇനി നമുക്കറിയാം ഈസായി, ആമായി, ആറായി, വാസായി, വേറായി അല്ലേ? ഇനി അടുത്തെന്താ? നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സെന്റൻസിൽ വാസ് അല്ലെങ്കിൽ വേർ, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ്. നിങ്ങൾ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. അതായത് ഇതിന്റെ അടി കേസ് ആമിന്റെ ആറിന്റെ അടിയിലേക്ക് ആയതുകൊണ്ട് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മേലെ എഴുതിയത്. അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ വാസ് എന്നോ വേർ എന്നോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വേർ യു ഗോയിങ് അല്ലെങ്കിൽ ഐ വാസ് ഗോയിങ് ടു സ്കൂൾ, ഇങ്ങനെയൊക്കെയുള്ള വാസോ വേറോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഡ് ബീൻ എന്ന് വെച്ചെടുക്കുക. ആ വാസിനും വേറിനും പകരം എന്ത് വെച്ചെടുക്കുക? ഹാഡ് ബീൻ എന്ന് വെച്ചെടുക്കുക. ഓക്കെ, മനസ്സിലായ മക്കളെ? ഇനി അടുത്ത എന്താ വിചാരിച്ചാൽ, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ സെന്റൻസിൽ ഹാസ് എന്നോ ഹേവ് എന്നോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ഹേഡ് ആക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, വേറെ വെർബിലൊന്നും ഒരു മാറ്റം വരുത്തണ്ട. ആ ഹെൽപ്പിംഗ് വെർബിൽ ഹാസോ ഹേവോ ഹെൽപ്പിംഗ് വെർബ് വന്നിട്ട് അത് നേരെ ഹേഡ് ആക്കുക. ഓക്കെ, ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാൻ പോണ 3 എണ്ണം. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല കുട്ടികൾക്കും തെറ്റ് പറ്റുന്നതാണ്. അതെന്താന്ന് വിചാരിച്ചാൽ, നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആദ്യം നോക്കണ്ടേ ഡു നോട്ട് എന്നോ അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നോ. ഇത് ഷോർട്ട് ഫോം ആയിട്ടും വരും, ഡോണ്ട് അല്ലെങ്കിൽ ഡസിന്റ് അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, വേറെ ഒരു മാറ്റം വരുത്തണ്ട. ആ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് അല്ലെങ്കിൽ ഡസിന്റ് എന്ന് വരുമല്ലോ, അതിനെ നേരെ ഡിഡ് നോട്ട് ആക്കുക. അത് ചോദ്യത്തിലായാലും ശരി, ഉത്തരത്തിലായാലും ശരി, എങ്ങനെയുള്ള സെന്റൻസിലായാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസിൽ ഡു അല്ലെങ്കിൽ ഡസ് എന്ന് വരും. ഉദാഹരണത്തിന് വേർ ഡു യു ഗോ, അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട്, അല്ലെങ്കിൽ ഡു യു നോ ഇംഗ്ലീഷ്, ഡസ് ഷീ റീഡ് എന്താണ് എ ബുക്ക് എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ ഡൂൺ ഡസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഡൂൺ ഡസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആണല്ലോ ഫസ്റ്റത്തെ സെന്റൻസ് ഉണ്ടാവില്ലേ? ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നതായിരിക്കില്ലേ? അതിൽ നിങ്ങൾ എങ്ങാനും ഡു ഡസ് കണ്ടു എന്ന് വിചാരിച്ചോ. ഡു ഡസ് പക്ഷേ ഡോണ്ട് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഡു ഡസ് എന്നുള്ള പോസിറ്റീവ് ആയിട്ട് കണ്ടു എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ആ ഡൂൺ ഡസ് അങ്ങോട്ട് ഒഴിവാക്കുക. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡൂൺ ഡസ് എഴുതണ്ട, പകരം അതിനുശേഷം അതിലൊരു മെയിൻ വെർബ് ഉണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വേർ ഡു യു ഗോ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഡു വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ട്. അതിന്റെ അവസാനം ഗോ എന്ന് പറഞ്ഞ ഒരു വെർബ് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനിൽ ഒരു വെർബ് ഉണ്ടാവും. അപ്പോൾ വേർ ഡു യു ഗോ എന്നുള്ളതിലെ മെയിൻ വെർബ് ഏതാ? ഗോ ആണ് അല്ലേ? അപ്പൊ ആ ഗോനെ നിങ്ങൾ എന്താക്കണം എന്നാ പറഞ്ഞത്? V2 ഫോമിലേക്ക് ആക്കണം. അതാണ് ഇവിടെ മെയിൻ വെർബിനെ V2ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞത്. അത് വേണം നിങ്ങളൊന്ന് മലയാളത്തിൽ എഴുതി വെച്ചോണ്ടി. ക്വസ്റ്റ്യൻസിൽ ഡു എന്നോ ഡസ് എന്നോ വന്നിട്ടുണ്ടെങ്കിൽ
വന്നിട്ടുണ്ടെങ്കിൽ അതിലെ മെയിൻ വെർബിനെ V2 ഫോം ആക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ആ ഡൂൺ ഡസും പിന്നെ നിങ്ങൾ ഡിഡ് ആക്കാനോ എഴുതാനോ ഒന്നും നിൽക്കരുത്. ആ ഡൂൺ ഡസും വേണ്ട. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ഒരുപാട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിലും നമുക്കറിയാം നോ എന്ന് പറഞ്ഞ വെർബില്ലേ, KNOW, അതിനെ ന്യൂ എന്നാക്കുക. ഓക്കെ, ഇനി ഡസ് ഷീ റീഡ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റീഡ് എന്ന് പറഞ്ഞ വെർബില്ലേ, അതിന്റെ V2 ഫോം ആയിട്ടുള്ള റെഡ് എന്നാക്കുക. അപ്പം നേരെ V1 V2 ആക്കി മാറ്റിയാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിഡ് ആണ്. ഡിഡിൽ പിന്നെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ഡിഡ് ക്വസ്റ്റ്യൻസിലായാലും ഉത്തരത്തിലായാലും എവിടെ വന്നാലും മക്കൾ എന്ത് ചെയ്യണം, ഹാഡ് പ്ലസ് V3. അതായത് ആ ഡിഡ് വന്നാലും ഡിഡിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു വെർബും കൂടി ഉണ്ടാവും. ഉദാഹരണത്തിന് വേർ ഡിഡ് യു ഗോ അല്ലേ, അപ്പോൾ അവിടെ ഡിഡും വന്നു, ഗോ എന്ന വെർബും വന്നില്ലേ. ഇനി ഡിഡ് യു മീറ്റ് ഹിം, അപ്പോൾ ഡിഡും വന്നു മീറ്റും വന്നു അല്ലേ. ഇനി അതേപോലെ തന്നെ ഡിഡ് യു സീ ഹിം അല്ലേ, അപ്പോൾ ഡിഡും വന്നു സിയും വന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഡിഡ് എന്ന ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ തന്നെ ഒരു മെയിൻ വെർബും കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ആ ഡിഡിന് പകരം ഹാഡ് എന്ന ഒരു ഹെൽപ്പിംഗ് വെർബ് വെക്കുക. ഡിഡ് ഒഴിവാക്കിയിട്ട് ഹാഡ് വെക്കുക. അതിനുശേഷം ആ സെന്റൻസിലെ മെയിൻ വെർബിനെ എന്താക്കുക, V3 ഫോമിലേക്ക് മാറ്റുക. ഇപ്പോൾ ഡിഡ് യു സീ എന്നാണെങ്കിൽ ഹാഡ് സീൻ എന്നാക്കണം. സീന്റെ V3 ആണ് സീൻ. ഇനി വേർ ഡിഡ് യു ഗോ എന്നാണെങ്കിൽ ഡിഡ് പ്ലസ് ഗോ അല്ലേ, അപ്പോൾ അതെന്താക്കണം, ഹാഡ് ഗോൺ എന്നാക്കണം. ഗോന്റെ V3 ആണ് ഗോൺ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് വില്ല് ഷാളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ നേരെ അതിനെ വുഡ് ആക്കുക. വേറെ ഒന്നും ചെയ്യണം. അപ്പോൾ ഐ വിൽ എന്നാണെങ്കിൽ ഹി വുഡ് എന്നാക്കുക, അല്ലെങ്കിൽ ഷീ വുഡ് എന്നാക്കുക. ഇനി അടുത്ത ക്യാൻ ആണെങ്കിൽ അതിനെ കുഡ് ആക്കുക, മേ ആണെങ്കിൽ മൈറ്റ് ആക്കുക, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് തന്നെ, മാറ്റൊന്നും വരുത്തണ്ട. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമുക്ക് വെർബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ, അതായത് നമുക്ക് തരുന്ന സെന്റൻസിൽ V1 ഫോമിലോ അല്ലെങ്കിൽ S ഫോമിലോ ആണ് വെർബ് വരുന്നതെങ്കിൽ, അപ്പൊ നമുക്കറിയാം V1ലും S ഫോമിലും വെർബ് വന്നാൽ അതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, നിങ്ങൾ അതിനെ നേരെ ആ വെർബിനെ V2 ആക്കിയാൽ മതി. ഇപ്പോൾ തരത്തിൽ കം ആണ് വരുന്നതെങ്കിൽ അതിനെ കെയിം ആക്കുക. ഗോയോ ഗോസോ വന്നാൽ അതിനെ നേരെ വെൻഡ് ആക്കുക. റൈറ്റോ റൈറ്റ്സോ വന്നാൽ അതിനെ നേരെ റോട്ട് ആക്കുക. നേരെ V2ലേക്ക് മാറ്റിയാൽ മതി. സിമ്പിൾ ആണ്. ഇനി ചിലപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ V2 ഫോം ആവും, പാസ്റ്റ് ടെൻസ് ആവും. ഇപ്പോൾ തരത്തിന് വെൻഡ്, അതേപോലെ തന്നെ റോട്ട്, അല്ലെങ്കിൽ പ്ലേഡ്, ഇങ്ങനെ V2 ഫോം വരും. അപ്പൊ അതിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ പഠിച്ചതാണ് അല്ലേ. V1നും S ഫോമിനും V2നും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V2 ഫോം ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിഡിന് ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഹാഡ് എന്ന് പറഞ്ഞൊരു ഹെൽപ്പിംഗ് വെർബ് വെക്കുന്നു, എന്നിട്ട് പിന്നെ വെർബിനെ അതിലുള്ള മെയിൻ വെർബിനെ V3 ആക്കുന്നു. അപ്പോൾ വെൻഡ് ആണെങ്കിൽ ഹാഡ് ഗോൺ, റോട്ട് ആണെങ്കിൽ ഹാഡ് റിട്ടൺ, ഇനി പ്ലേഡ് ആണെങ്കിൽ ഹാഡ് പ്ലേഡ്. പ്ലേഡിന്റെ V3യും പ്ലേഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റുന്നു. ഓക്കെ, ഈ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ടൈമിൽ വന്ന മാറ്റങ്ങളാണ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ നൗ, നൗ ദെൻ നൗ. പിന്നെ ടുഡേ ദാറ്റ് ഡേ, ഇന്ന് എന്നുള്ളത് അന്ന് നൗ. പിന്നെ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നല്ലേ, ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം നൗ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നല്ലേ, അപ്പോൾ ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞ ദിവസം, ദ പ്രീവിയസ് ഡേ നൗ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒറ്റയടിക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈസ് ആം ആറ് എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ് വെർബിനെ നേരെ വാസോ അല്ലെങ്കിൽ വേറോ ആക്കുക. പിന്നെ വാസോ വേറോ ആണെങ്കിൽ അതിനെ നേരെ ഹാഡ് ബീൻ ആക്കുക. പിന്നെ ഹാസോ ഹാവോ ആണെങ്കിൽ അതിനെ ഹാഡ് ആക്കുക. ഡു നോട്ടോ ഡസ് നോട്ടോ ആണെങ്കിൽ അതിനെ ഡിഡ് നോട്ട് ആക്കുക. പിന്നെ ക്വസ്റ്റ്യൻസിൽ ഡുവോ ഡസോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡൂൺ ഡസോ ഒഴിവാക്കിയിട്ട് അതിലെ വെർബിന് എന്തൊക്കെയാ V2 ഫോമിലേക്ക് മാറ്റുക. പിന്നെ ഡിഡ് ആണ് വരുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, ഹാഡ് വെക്കുക. പിന്നെ അതിനുശേഷം അതിലുള്ള വെർബിനെ V3 ഫോമിലേക്ക് മാറ്റുക. പിന്നെ വില്ലും ഷാളക്കാണ് വുഡ് ആക്കുക, ക്യാന് കുഡ് ആക്കുക, മേ മൈറ്റ് ആക്കുക, മസ്റ്റ് ആക്കുക. പിന്നെ V1 S ഫോം ആണെങ്കിൽ അതിനെ V2 ആക്കുക. പിന്നെ V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇത് നിങ്ങൾ എന്തായാലും കാണാൻ പഠിക്കണം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മക്കളെ, നമ്മുടെ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ, വാങ്കയും അതേപോലെ തന്നെ സീനിയർ അപ്രന്റീസും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇതിൽ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്, വാങ്ക. ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് വരിക അല്ലേ. അപ്പൊ വാങ്കയാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. എന്താ വാങ്ക ചോദിക്കുന്ന ചോദ്യം, വൈ ഡു യു ട്രീറ്റ് മീ സോ ക്രൂവലി. അപ്പൊ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്നാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് WH ക്വസ്റ്റ്യൻ, മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. ഇത് നമ്മളെ വ്യത്യാസമൊക്കെ മക്കൾക്ക് അറിയാൻ മതി. അതായത് WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന ചില ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാ, വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ, അതേപോലെ ഹൗ, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഓൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഞാനിവിടെ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആരംഭിക്കുന്ന എല്ലാ സെന്റൻസുകളും WH ക്വസ്റ്റ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിന് നമ്മൾ കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണം അല്ലേ. എന്നാൽ ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ ഹെൽപ്പിംഗ് വെർബിലാണ് ആരംഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാം ആർ, ഇപ്പൊ സൈഡിൽ കാണുന്ന ഈ ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ടല്ലോ, ഈ ഹെൽപ്പിംഗ് വെർബിൽ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ,
ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡു യു നോ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഐ നോ മലയാളം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ വിൽ യു കം വിത്ത് മീ, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെന്ന് പറയാം, യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അല്ലാതെ ഐ ഗോ വിത്ത് മൈ അമ്മായി എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഇല്ല അല്ലേ. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്ലൈ എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് കൃത്യമായൊരു മറുപടി ഉണ്ടാവും. ഉദാഹരണത്തിന് ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കണം. വേറെ ആളോട് ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ് എന്ന് ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായ മറുപടി കൊടുക്കണം. അപ്പോൾ കൃത്യമായ മറുപടി കൊടുക്കേണ്ട ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ്. എന്നാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറയേണ്ട ക്വസ്റ്റ്യൻസ് ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇത് കണ്ടാൽ എങ്ങനെ അറിയാം? WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടായിരിക്കും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. സോ ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്കിവിടെ വൈ എന്നൊരു WH ക്വസ്റ്റ്യൻ വേർഡ് വന്നില്ലേ? അപ്പോൾ ഇത് WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഏതായാലും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്ന മോഡൽ ഇതാ ഇവിടെ തന്നതുപോലെ എന്ത് ചെയ്യും? ആരോട് ചോദിച്ചു, ഇവിടെ ആസ്ക്ഡ് എന്നുണ്ട് കേട്ടോ, ആരോട് ചോദിച്ചു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനൊന്ന് എഴുതിത്തരാം. ശരിക്കും ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും പഠിക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ വാങ്കയല്ലേ ചോദിച്ചത്? വാങ്ക ആരോടാ ചോദിച്ചത്? സീനിയർ അപ്രന്റീസിനോടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, എന്നിട്ട് ചെയ്യുന്നു വാങ്ക. ഞാൻ ഫുൾ എഴുതുന്നില്ല, വാങ്ക ആസ്ക്ഡ്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണേ. വാങ്ക ആസ്ക്ഡ് ആരോടാ ചോദിച്ചേ? ദ സീനിയർ അപ്രന്റീസ്. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ ആളുടെ പേരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ് കേട്ടോ. സീനിയർ അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ആരുടെയും പേരല്ലല്ലോ. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ദ സീനിയർ അപ്രന്റീസ്. ഞാനിത് ഇവിടെ ഇങ്ങനെ ഇട്ടത് വേറെ ഒന്നുകൊണ്ടല്ല, ഒന്ന് ഷോർട്ട് ആക്കി എഴുതിയതാണ്, ഫുൾ ആയിട്ട് എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ദ സീനിയർ അപ്രന്റീസ്. സീനിയർ അപ്രന്റീസിനോട് വാങ്ക ചോദിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? വാങ്ക ചോദിച്ചത് ഇതല്ലേ മക്കളെ? എന്ത്? വൈ ഡു യു ട്രീറ്റ് മീ സോ ക്രൂവലി എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മനസ്സിലായി, കാരണം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ WH ക്വസ്റ്റ്യൻ അതേമാതിരി കൊണ്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വൈ അല്ലേ. അതിനെ നമ്മൾ ഇവിടെ കണ്ടെടുത്ത് എഴുതി. ഏതാ? വൈ. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ ആ ക്വസ്റ്റ്യൻ വേർഡ് അതേമാതിരി അങ്ങോട്ട് ഫസ്റ്റ് തന്നെ എഴുതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതേമാതിരിയാണ് തരുന്നെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങോട്ട് എഴുതുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഇവിടെ വൈ ആയതുകൊണ്ട് നമ്മൾ വൈ എഴുതി. ഇവിടെ വെൻ ആണെങ്കിൽ വെൻ എഴുതണം, ഹൗ ആണെങ്കിൽ ഹൗ എഴുതണം, ഹൗ മെനി ആണെങ്കിൽ ഹൗ മെനി എഴുതണം, അല്ല ഹൗ ഓൾഡ് ആണെങ്കിൽ ഹൗ ഓൾഡ് എഴുതണം. അങ്ങനെ എന്താണോ വിച്ച് ആണെങ്കിൽ വിച്ച്, വേറെ ആണെങ്കിൽ വേറെ, ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ വന്നത് അത് അതേമാതിരി ഇവിടെ എഴുതാം. മനസ്സിലായ മക്കളെ? ഇനി നിങ്ങൾ അടുത്ത് വളരെ ശ്രദ്ധിച്ചോ. അടുത്തെന്താ ചെയ്യേണ്ട അറിയോ? ഇനി ബാക്കി എന്തൊക്കെയുള്ളത്? ഡു യു ട്രീറ്റ് മീ സോ ക്രൂവലി എന്നല്ലേ ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഞാനൊന്ന് പറഞ്ഞിടാം. WH ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡാ വരിക, രണ്ടാമത്തത് ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും. ഇവിടെ നോക്ക്, ഡു ഹെൽപ്പിംഗ് വെർബ് അല്ലേ. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യനിൽ എപ്പോഴും ഹെൽപ്പിംഗ് വെർബാണ് രണ്ടാമത് വരിക. ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ പിന്നെ വരിക സബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഞാനിവിടെ പറഞ്ഞുതരാം. WH ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് എന്താ വരിക? ഹെൽപ്പിംഗ് വെർബ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ്. ഇനി അടുത്ത് നോക്കി, ഇവിടെ കണ്ട ട്രീറ്റ്, അതാണ് ഈ സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് വെർബ്. ഇതാണ് സാധാരണ WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. അത് കഴിഞ്ഞാൽ പലതും ഉണ്ടാവും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? നമ്മളിപ്പോൾ ഈ WH ക്വസ്റ്റ്യൻ ഇവിടേക്ക് എഴുതി അല്ലേ? WH ക്വസ്റ്റ്യൻ എഴുതി. ഇനിയിപ്പോൾ എന്തൊക്കെ ബാക്കിയുള്ളത്? ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട് അല്ലേ? ഇവിടെ കണ്ടോ, ഡു ഹെൽപ്പിംഗ് വെർബ് ആണ്, യു എന്താണ്? സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ ട്രീറ്റ് എന്താണ്? വെർബ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ ആയപ്പം ആദ്യം ഹെൽപ്പിംഗ് വെർബ് അല്ലേ വന്നത്, പക്ഷെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഹെൽപ്പിംഗ് വെർബിനെ നേരെ ഇങ്ങോട്ടേക്ക് ഇടുക. അതായത് സബ്ജക്റ്റിനെ ഹെൽപ്പിംഗ് വെർബിന്റെ സ്ഥാനത്തേക്കും ഹെൽപ്പിംഗ് വെർബിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്കും കൊണ്ടുപോകുക. എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റിനെ എഴുതുക. അപ്പോൾ ഇതിലെ സബ്ജക്റ്റ് ഏതാ മക്കളെ? രണ്ടാമത്തെ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാലല്ലേ യു അല്ലേ. ഈ യു എന്ന് ഉദ്ദേശിച്ചത് ആരാ? ദ സീനിയർ അപ്രന്റീസിനല്ലേ അല്ലേ? നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ ആ യു ഇവിടെ എഴുതി പോയാൽ എന്താ സംഭവിക്കുക? ഞാൻ നിങ്ങളോട് പറയുന്നത് ഐയും വിയും യുവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരില്ല. നിങ്ങൾ ഈ യു എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടീച്ചറായി പോകും. അപ്പോൾ നിങ്ങൾ ടീച്ചറോട് ചോദിക്കുകയാണ്, നിങ്ങളും കൂടി അറിയാത്ത ഏതോ ഒരു ടീച്ചറോട്, നിങ്ങൾ പേപ്പറൊക്കെ ടീച്ചറോട് ചോദിക്കുക, നിങ്ങളെന്താ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്, ടീച്ചർ എന്താ വിടുക, ഇനി ഞാൻ എന്താക്കി ഇനി നോക്കില്ലേ. അപ്പോൾ ഒരിക്കലും യു ഒന്നും എവിടെ വരില്ല, റിപ്പോർട്ട് ചെയ്യുമ്പം വരില്ല. അതുകൊണ്ട് ആ യു എന്താവും? ഇവിടെ സീനിയർ അപ്രന്റീസ് ഒരാണല്ലേ, അപ്പോൾ എന്താക്കണം? ഹീ വെക്കണം. പെണ്ണാണ് ഷീ വെക്കായിരുന്നു, പക്ഷെ ആണായതുകൊണ്ട് ഹീ വെക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് വെച്ചു? ഹീ. അപ്പോൾ ഈ ഹീ എങ്ങനെ വന്നു മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായ മക്കളെ അല്ലേ? എങ്ങനെ മനസ്സിലായത്? എന്താ വെച്ചത്? നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റേ വെക്കാൻ പാടുള്ളൂ. പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു പ്രശ്നമാണ്. നേരെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അതേമാതിരി ഹെൽപ്പിംഗ് വെർബ് കൊണ്ടിടും. ഒരിക്കലും എഴുതരുത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു, അതിനുശേഷം സബ്ജക്റ്റ് എഴുതുന്നു. ഓക്കെ. ഞാൻ ഫസ്റ്റത്തെ മാത്രമാണ് ഇത്ര സ്ലോലി പറയുന്നത്, ഇങ്ങനെയൊക്കെ സ്പീഡ് പറയട്ടോ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, വെർബ് ഉണ്ട്. ഇത് അതേ ഓർഡറിന് അങ്ങോട്ട് എഴുതുക. ആദ്യം ഹെൽപ്പിംഗ് വെർബ് എഴുതുക അല്ലേ? സോ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? നമ്മൾ
നേരത്തെ പഠിച്ചു ഡൂൺ ഡസും ക്വസ്റ്റ്യൻസിൽ വന്നാൽ, ഓർമ്മയില്ലേ, ഡൂൺ ഡസും ക്വസ്റ്റ്യൻസിൽ വന്നാൽ ആ ഡൂൺ ഡസും എന്ത് ചെയ്യണ്ട, എഴുതണ്ട. പകരം അതിലുള്ള വെർബ്, ഏതാ വെർബ്? നമ്മൾ പറഞ്ഞു വെർബ് എവിടെയായിരിക്കും സബ്ജക്ട് കഴിഞ്ഞിട്ട് വരുന്നത്. ഇതിലെ വെർബ് ഏതാപ്പോ? ട്രീറ്റ് ആണ്. ആ വെർബിനെ എന്ത് ഫോമിലേക്ക് മാറ്റണം? അത് ഓൾറെഡി V1-ലാണ്, V1-നെ V2-ലേക്കല്ലേ മക്കൾ മാറ്റേണ്ടത്. അപ്പോൾ ആ ട്രീറ്റിനെ അതിന്റെ V2 ഫോമിലേക്ക് മാറ്റുക. അപ്പൊ മിക്ക വെർബുകളുടെയും പരിചയമുള്ള വെർബുകളുടെ ഒക്കെ V2 V3 പഠിച്ചു വെക്കണം എന്നർത്ഥം അല്ലേ. അപ്പൊ ട്രീറ്റിന്റെ V2 എന്താ? മിക്ക വെർബുകളുടെയും V2 ED ആണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ED അങ്ങോട്ട് വെച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ED കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം വാട്ട് ഹി ഇനി എന്താണ്? ട്രീറ്റ് അല്ലേ. ഡു വേണ്ട, ഡൂൺ ഡസും വന്നാൽ അത് വേണ്ട. ഓക്കെ, അത് ക്വസ്റ്റ്യനിലാണെങ്കിൽ അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ ട്രീറ്റിനെ നേരെ V2-ലേക്ക് മാറ്റാം. അപ്പൊ എന്താവും? വാട്ട് ഹി ട്രീറ്റഡ്. ഓക്കെ, വാട്ട് ഹി സോറി വാട്ടല്ല, വൈ ഹി ട്രീറ്റഡ്. ഇനി ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ടോ നോക്ക്. മീ അല്ലേ, മീ എന്ന് പറഞ്ഞാൽ എന്നെ എന്നല്ലേ, നിങ്ങളെയാണോ പ്രശ്നം? നിങ്ങളല്ല, മീ എന്ന് ഉദ്ദേശിച്ച വാങ്കനല്ലേ. അപ്പൊ അതെന്താക്കണം? അവനെ എന്നാക്കണം. എന്നെ എന്നുള്ളതാക്കണം, അവനെ എന്നാക്കണം. അവനെ എന്നുള്ളതിന് ഹിമ്മ് എന്നാക്കുക അല്ലേ. അങ്ങനത്തെ വാക്കുകളൊക്കെ പഠിക്കുക. അവളെ എന്നുള്ളതിന് ഹെർ, അവനെ എന്നുള്ളതിന് ഹിമ്മ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്താ? വൈ ഹി ട്രീറ്റഡ് ഹിം എന്താണ്? സോ ക്രൂവലി. അതും കൂടി ഇതാ, സോ ക്രൂവലി എന്ന് എഴുതിയിട്ട് ഏത് ചിഹ്നം ഇടുക? ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ മക്കളെ? അപ്പൊ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്തു? വാങ്ക ആസ്ക്ഡ് ദ സീനിയർ അപ്രന്റീസ് എഴുതി, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വേർഡ് എഴുതി. അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് കണ്ടെത്തി. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ ആ യു ആണ് അവിടെ സബ്ജക്ട്. യു ഒരാണായതുകൊണ്ട് നമ്മൾ ഹി വെച്ചു. അപ്പോൾ വൈ ഹി എന്നായി. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഹെൽപ്പിംഗ് വെർബ് നോക്കിയപ്പോൾ അവിടെ ഡു ആണ്. ഡൂൺ ഡസും വന്നാൽ പിന്നെ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ വെർബിനെ നേരെ എന്തിലേക്ക് മാറ്റണം? V2-ലേക്ക് മാറ്റി. അപ്പോൾ വൈ ഹി ട്രീറ്റഡ് ഹിം സോ ക്രൂവലി. ഹിം വരാൻ കാരണം മീ ആണ്. മീനെ നേരെ നമ്മൾ മാറ്റിയപ്പോൾ ഹിം ആയിട്ട് മാറി. കിട്ടിയില്ല മക്കളെ? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോകണം. അതായത് ബി ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചാൽ വാട്ട് ഡിഡ് സീനിയർ അപ്രന്റീസ് റിപ്ലൈ? എന്താണ് സീനിയർ അപ്രന്റീസ് റിപ്ലൈ ചെയ്തതെന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ സീനിയർ അപ്രന്റീസ് റിപ്ലൈഡ് ദാറ്റ് എന്നൊക്കെ തന്നിട്ട് ബാക്കി ഡാഷ് ഇട്ടാണ്, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാം. ഏതായാലും ഇപ്പൊ തന്ന മാതിരി തന്നെ എഴുതാം. മറുപടി പറഞ്ഞാൽ സീനിയർ അപ്രന്റീസ് ആണ് അല്ലേ. അപ്പൊ ദ സീനിയർ അപ്രന്റീസ്. ഓക്കെ, നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണേ, പരീക്ഷയ്ക്ക് ഫുൾ ആയിട്ട് എഴുതണം, മിഷ്കാൻ നിൽക്കരുത്. അപ്പൊ സീനിയർ അപ്രന്റീസ് എന്ത് ചെയ്തു? മറുപടി നൽകി. മറുപടി നൽകി എന്നുള്ളതിന് റിപ്ലൈഡ് എന്നാ പറയാ. REPLIED ആണ്. വൈ എഴുതരുത്. വൈ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ IED എന്നായിട്ട് മാറി, ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന പോലെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്ലൈഡ് ഉണ്ടാവും, ബാക്കി ഫില്ല് ചെയ്താൽ മതി അല്ലേ. അപ്പൊ റിപ്ലൈഡ് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ദാറ്റ് വെക്കണം. അത് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് എഴുതണം. അപ്പൊ എന്താണ്? സീനിയർ അപ്രന്റീസ് റിപ്ലൈഡ്. പിന്നെ റിപ്ലൈഡ് വാങ്ങാന്ന് പറയേണ്ട ആവശ്യമില്ല. വാങ്ങ ചോദിച്ചാൽ പിന്നെ വാങ്ങിനോടനല്ലേ റിപ്ലൈ പറയാം അല്ലേ. അപ്പോൾ സീനിയർ അപ്രന്റീസ് റിപ്ലൈഡ് ദാറ്റ്, മറുപടി നൽകി. എന്താ മറുപടി നൽകിയ മക്കളെ? ഐ ഫൈൻഡ് പ്ലഷർ ഇൻ ഡൂയിങ് സോ. ആളൊരു സൈക്കോ ആണല്ലോ. എന്താ പറയുന്നത്? അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് അല്ലേ, അതിലൊരു രസം ഉണ്ട് എന്ന്. അപ്പോൾ രസമുള്ളതുകൊണ്ടാണ് അങ്ങനെ പീഡിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ നോക്ക്, ഐ ഫൈൻഡ് പ്ലഷർ ഇൻ ഡൂയിങ് സോ. അപ്പൊ നമ്മൾ ഇതൊരു ആൻസർ അല്ലേ, ക്വസ്റ്റ്യൻ ഒന്നല്ലല്ലോ. അപ്പൊ അതിന്റെ ഓർഡർ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഐ എന്ന് ഉദ്ദേശിച്ചത് ആരാ മക്കളെ? ഈ ഒരു സീനിയർ അപ്രന്റീസ് അല്ലേ, നിങ്ങളല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇവിടെ ഐ എന്ന് എഴുതാൻ പാടില്ല. പകരം എന്താക്കണം? അവൻ എന്നാക്കണ്ടേ, അല്ലെങ്കിൽ അയാൾ എന്നാക്കണ്ടേ. അതിനെന്താ പറയാ? ഹി അല്ലേ. അതായത് ഐ എന്തായിട്ട് മാറി? ആണായപ്പം ഹി ആയിട്ട് മാറി. പെണ്ണാണ് ഷീ ആക്കായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഐ എഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് എപ്പോഴും സബ്ജക്ട് കഴിഞ്ഞാൽ പിന്നെ വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഏതെങ്കിലും ഒന്ന് വരുമല്ലോ. അപ്പൊ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പാണ്. ആ വെർബ് ഒന്നെങ്കിൽ V1 ആയിരിക്കും, അല്ലെങ്കിൽ S1 ആയിരിക്കും, അല്ലെങ്കിൽ V2 ആയിരിക്കും. ഫൈൻഡ് എന്നുള്ളത് V1 അല്ലേ മക്കളെ. V1 ആണെങ്കിലും S1 ആണെങ്കിലും നമ്മൾ എന്താക്കണം എന്നാ നേരത്തെ നിയമത്തിൽ പഠിച്ചത്? V2 ആക്കണം എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഫൈൻഡിന്റെ V2 ഏതാ? ഫൗണ്ട് അല്ലെ. ഫൈൻഡിന്റെ V2 ഫോം ഏതാ? ഫൗണ്ട്. അപ്പൊ എങ്ങനെ വരിക? ഹി ഫൗണ്ട് പ്ലഷർ ഇൻ ഡൂയിങ് സോ. വേറൊന്നും മാറ്റാനില്ല. ഹി ഫൗണ്ട് പ്ലഷർ ഇൻ ഡൂയിങ് സോ എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുക. എപ്പോഴും ശ്രദ്ധിക്കുക, റിപ്പോർട്ടഡ് സ്പീച്ചിലെ അവസാനത്തെ ചിഹ്നം ഫുൾ സ്റ്റോപ്പ് ആണ്. അവിടെ കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്താ? ദ സീനിയർ അപ്രന്റീസ് റിപ്ലൈഡ് ദാറ്റ് ഹി ഫൗണ്ട് പ്ലഷർ ഇൻ ഡൂയിങ് സോ. കിട്ടിയില്ല മക്കളെ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആൻസർ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാങ്കയും ഗ്രാൻഡ് ഫാദറും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ. എന്താ വാങ്ക ചോദിച്ചത്? വേർ ആർ വി ഗോയിങ്? നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ് വി ആർ ഗോയിങ് ടു അലിയാക്കിൻ. നമ്മൾ അലിയാക്കിന്റെ അടുത്തേക്കാ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏതായാലും വാങ്ക ചോദിച്ചത് എന്താണ്? ഇതിന്റെ തുടക്കമൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന അതേ മോഡൽ ഉണ്ടാവും മിക്കവാറും വരിക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ എന്താ ഇതിന്റെ വിചാരിച്ചാൽ ഇപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 31 നമ്പർ ഇടുക. എന്നിട്ട് മാർജിന്റെ ഉള്ളിൽ എ, ഇവിടെ കൊണ്ടുപോയിട്ട് എ ഇടരുത്, മാർജിനുള്ളിൽ എ എന്നിട്ടിട്ട് എന്ത് ചെയ്യുന്നു? വാങ്ക ആസ്ക്ഡ്. ഈ ക്വസ്റ്റ്യനിലുള്ള അതേമാതിരി നിങ്ങൾ എഴുതണം കേട്ടോ. അതെന്തായാലും നിങ്ങൾ എഴുതണം. വാങ്ക ഒരാളുടെ പേര് ഏതാണ്ട് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടുക. എന്നിട്ട് വാങ്ക ആസ്ക്ഡ് എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ. പിന്നെ ഗ്രാൻഡ് ഫാദർ ആരുടെയും പേരല്ലല്ലോ, മുത്തശ്ശൻ എന്നുള്ള എല്ലാവരും മുത്തശ്ശൻ നൽകിയ കോമൺ നെയിം ആണ്. അപ്പൊ നമ്മൾ അത് സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. ഗ്രാൻഡ് ഫാദർ. ഇവിടെ ഗ്രാൻഡ് ഫാദർ ക്യാപിറ്റൽ എഴുതിയ ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. ഗ്രാൻഡ് ഫാദർ
വാങ്ക ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ, അത് നമ്മൾ എഴുതി അല്ലെ. വാങ്ക ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വേർ ആർ വി ഗോയിങ് എന്നല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കണം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു WH ക്വസ്റ്റ്യൻ ഉണ്ടാവാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് കണ്ടാൽ തന്നെ അറിയാം ഫസ്റ്റത്തെ വേർഡ് ഒക്കെ ഏതാ? വേർ. വേർ എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ വേർഡ് അതേമാതിരി ഇവിടേക്ക് എഴുതണം. അപ്പൊ ആൻസർ എന്താ? വേർ എന്ന് നമ്മൾ തുടങ്ങി. ഇനി നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അടുത്ത ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കൂലേ. ഇവിടെ വന്ന ഹെൽപ്പിംഗ് വെർബ് ആണ് അല്ലെ. പിന്നെ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ആയിരിക്കൂലേ. സബ്ജക്റ്റ് വി ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വെർബ് ആയിരിക്കൂലേ. വെർബ് ഇവിടെ ഗോയിങ് ആണ് അല്ലെ. ഇതല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് വി അല്ലേ മക്കളെ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വി എന്നെങ്ങാനും ഇവിടെ എഴുതി വെച്ചാൽ നിങ്ങളും ടീച്ചറും പോയി. നിങ്ങളും ടീച്ചറും കൂടി എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? എവിടേക്കും പോകണില്ലല്ലോ അല്ലെ. ടീച്ചറിന്റെ വീട്ടിൽ അല്ലെങ്കിൽ പേപ്പർ നോക്കിനോടത്താവും നിങ്ങളോടെ ആവും അല്ലെ. അതുകൊണ്ട് അമ്മാരും മണ്ടത്തിലൊന്നും എഴുതി വെക്കരുത്. അപ്പൊ ഞങ്ങൾ എന്നുള്ളത് അവർ എന്നാക്കണം. ഏതവര്? വാങ്കയും ഗ്രാൻഡ് ഫാദറും അവരല്ലേ പോയത് അല്ലേ. അപ്പൊ അവർ എന്നാക്കണം. അപ്പൊ വി എന്താവും? ദേ എന്നാവും. അവർ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ പറയാ? ദേ. ഇത് ഒറ്റ സെന്റൻസ് ആക്കി നേരെ എഴുതണം കേട്ടോ. ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. അതേപോലെ ചില കുട്ടികൾ ഇതിന്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി ഫുൾ സ്റ്റോപ്പും കോമയൊക്കെ ഇടും. അങ്ങനെ ഒന്നും ഇടരുത്. ഇതൊരു ഒറ്റ സെന്റൻസ്. അതിനിടെ വേറെ ചിഹ്നങ്ങളൊന്നും ഇടരുത്. എല്ലാം കഴിഞ്ഞ് അവസാനം മാത്രമേ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ വേർ എന്ന് എഴുതി. പിന്നെ സബ്ജക്റ്റ് എഴുതി. സബ്ജക്റ്റ് വി ആയതുകൊണ്ട് നമ്മൾ ദേ എന്നാക്കി അല്ലെ. അപ്പം ഇത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതും കഴിഞ്ഞു. ഇനി എന്തൊക്കെ ബാക്കിയുള്ളത്? ഹെൽപ്പിംഗ് വെർബും ഉണ്ട്, വെർബും ഉണ്ട്. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ നോക്കുക ആദ്യം. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ഹെൽപ്പിംഗ് വെർബാണ്. ഹെൽപ്പിംഗ് വെർബ് ആറല്ലേ വന്ന് മക്കളെ? ഡിസൊക്കെ എന്താണ് നമുക്കറിയാം. ഈസ്, എം, ആറ് ഹെൽപ്പിംഗ് വെർബായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ അതിന് എന്താക്കണം എന്നാ പഠിച്ചത്? വാസ് അല്ലെങ്കിൽ വേറെ ആക്കണം എന്നല്ലേ പഠിച്ചത്. അതിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ് ആക്കണം, പ്ലൂറൽ ആണെങ്കിൽ കുറെ ആൾക്കാരുടെ വേറെ ആക്കണം എന്നല്ലേ മക്കൾ പഠിച്ചത്. അപ്പൊ ഇവിടെ സബ്ജക്ട് ദേ അല്ലേ. കുറെ ആൾക്കാരില്ലേ. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? വേർ അല്ലേ. അപ്പൊ എന്താ വെക്കണ്ടേ? ദേ വേർ. മനസ്സിലായില്ലേ? അല്ലാതെ ആറ് വന്നുകൊണ്ട് വേറെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഹി ആയിരുന്നെങ്കിൽ വാസ് വെക്കണമായിരുന്നു, ഷീ ആണെങ്കിലും വാസ് വെക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ദേ ആയതുകൊണ്ടാണ് എന്ത് വെച്ചത്? വേർ വെച്ചത്. അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്ത ഗോയിങ് അല്ലേ. അതിനെന്ത് മാറ്റം വരുത്താനൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മാറ്റം വരുത്തണ്ട. നിങ്ങൾ ആകെ ഹെൽപ്പിംഗ് വെർബ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ വേർ ദേ വേർ ഗോയിങ് എന്ന് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുതേ. ഇടാനൊക്കെ നിങ്ങൾക്ക് തോന്നും, ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് കണ്ടു പോകും. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ വേർ ദേ വേർ ഗോയിങ് എന്ന് എഴുതി വെച്ചാൽ ഒരു മാർക്ക് കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത റിപ്ലൈ നോക്കാം. റിപ്ലൈയിൽ എന്താ മക്കളെ പറഞ്ഞേ? ഗ്രാൻഡ് ഫാദർ പറയാണ് വി ആർ ഗോയിങ് ടു അലിയാക്കിൻ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതേമാതിരി എഴുതുന്നു. എന്താ ചിലപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ തരും, തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുക. ഗ്രാൻഡ് ഫാദർ അവിടെ നിങ്ങൾ ബി എന്ന് കൊടുക്കുന്നു. ഇതിങ്ങനെ ആദ്യം ബി ചെയ്താൽ പിന്നെ ഏത് അങ്ങനെ ഒന്നും എഴുതരുത്. കറക്റ്റ് ഓർഡർ. ഞാൻ പറഞ്ഞത് ABC ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർഡർ എഴുതണം. അതേപോലെ തന്നെ 31 A ഒരു സ്ഥലത്ത് എഴുതുന്നു, പിന്നെ കുറെ കാലം അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞടിച്ചാണ്ട് വേറെ പേജിൽ ബി എഴുതുന്നു. അങ്ങനെ ഒന്നും എഴുതരുത്. ഒരു ക്വസ്റ്റ്യൻ തൊട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ല അവിടെ ഒഴിച്ചിടുക, എന്നിട്ട് അവിടെ തന്നെ ഫില്ല് ചെയ്യണം. അല്ലാതെ അതിന്റെ ബാക്കി വേറെ പേജിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മാർക്ക് കിട്ടൂല കേട്ടോ. ഓക്കെ, ഇനി എന്താ? ബി ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഞാൻ ഫുൾ ആയിട്ട് എഴുതിയില്ല. ഗ്രാൻഡ് ഫാദർ റിപ്ലൈഡ് അല്ലെ. ഗ്രാൻഡ് ഫാദർ റിപ്ലൈഡ് ദാറ്റ്. IED എഴുതണേ. റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, ദാറ്റ് വെക്കാൻ മറക്കരുത്. റിപ്ലൈഡ് കഴിഞ്ഞാൽ ദാറ്റ് വെക്കണം. അപ്പൊ ഗ്രാൻഡ് ഫാദർ റിപ്ലൈഡ് ദാറ്റ് നമ്മൾ എഴുതി. ഇനി ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞേ? വി ആർ ഗോയിങ് ടു അലിയാക്കിൻ അല്ലേ. വി എന്നുള്ളത് എന്താവും? ദേ എന്നാവും. നമ്മളിപ്പോൾ പഠിച്ച തന്നെയാണ്, ദേ എന്ന് എഴുതി. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആറല്ലേ. ആർ എന്നുള്ളത് വാസോ അല്ലെങ്കിൽ വേറോ ആക്കണം അല്ലേ. ഇവിടെ ദേ ആയതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വെക്കുന്നു? വേർ തന്നെ വെക്കുന്നു. ദേ വേർ ഗോയിങ് ടു അലിയാക്കിൻ. വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജോണും ക്രോണിനും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണല്ലോ മക്കളെ. നമ്മുടെ ജോൺ എന്താ പറഞ്ഞത്? ഡു യു റിമെമ്പർ മീ. അതായത് ജോൺ ക്രോണിനൊക്കെയാണ് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ ക്രോണിൻ പറഞ്ഞത് അള്ളാണ് സത്യം, നമുക്ക് ഓർമ്മയില്ല അല്ലേ. എന്താ പറഞ്ഞേ? ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്. നമ്മളെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രണ്ട് ആൻസേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ജോൺ ക്രോണിനോട് എന്തോ ചോദിച്ചു അല്ലെ. ആ ചോദിച്ചല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതേമാതിരി തന്നെ എഴുതുന്നു ജോൺ ആസ്ക്ഡ് ക്രോണി. ഞാൻ അതിന്റെ ബാക്കി ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ എഴുതി തരാം. റെഡാക്കാം. ഓക്കെ, അപ്പോൾ ജോൺ ആസ്ക്ഡ് ക്രോണി. ജോൺ ക്രോണിനോട് ചോദിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താ? ഡു യു റിമെമ്പർ മീ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതെങ്കിലും വാട്ട്, വിച്ച്, വൈ, ഹൗ ഇങ്ങനെയുള്ള ഏതെങ്കിലും വന്നോ? ഒന്നും വന്നില്ല. ഇവിടെ ഡു എന്ന ഒരു ഹെൽപ്പിംഗ് വെർബിലല്ലേ തുടങ്ങിയത്. ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഡു, ഡസ്, ഡിഡ് ഒക്കെ എന്താണ്? ഹെൽപ്പിംഗ് വെർബുകളാണ്. ഹെൽപ്പിംഗ് വെർബിലാണ് തുടങ്ങിയെങ്കിൽ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ് കാര്യം. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇത് കഴിഞ്ഞിട്ട് ഒരു ഈഫ് വെച്ചെടുക്കുക. ആരോട് ചോദിച്ചു എന്ന് കഴിഞ്ഞ ശേഷം ഒരു ഈഫ് വെച്ചെടുക്കുക. ചിലർ വെതറും വെക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്കുക. സിമ്പിൾ
സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈഫ് വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ പോരെ. ഓക്കെ, അപ്പോൾ ഈഫ് വെക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെ ബാക്കിയുള്ളത്? ബാക്കി ഇതല്ലേ, ഡു യു റിമെമ്പർ മീ മൊത്തല്ലേ, അതിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് പകരം നമ്മളിവിടെ ഈഫ് വെച്ചു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം ആരെ കണ്ടെത്തണം? നേരത്തെ നമ്മൾ ആദ്യം ആരെ കണ്ടെത്തിയത്? നേരത്തെ സബ്ജക്റ്റിനല്ലേ കണ്ടെത്തിനെ, ഇവിടെയും സബ്ജക്റ്റിനെ കണ്ടെത്തുക. ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ അടുത്തല്ലേ സബ്ജക്റ്റ്, യു ആണ് ഇതിലെ സബ്ജക്റ്റ് അല്ലേ. യു എന്ന് ഉദ്ദേശിച്ചത് ക്രോണിനല്ലേ, ക്രോണിൻ ഒരു ആണല്ലേ, അപ്പൊ എന്താ വരിക? ഇഫ് ഹി അല്ലേ, ഇഫ് ഹി എന്ന് വന്നു. ഇനി നമുക്കറിയാം ഡൂൺ ഡസും ക്വസ്റ്റ്യൻസിൽ വന്നാൽ എന്ത് ചെയ്യണം മക്കളെ പറഞ്ഞത്? ഒന്നും ചെയ്യാനില്ല. എന്താ ഇതിലെ മെയിൻ വെർബ്, ഈ സബ്ജക്റ്റ് കഴിഞ്ഞ അടുത്ത വെർബ് ആയിരിക്കില്ലേ, ആ വെർബിനെ V2 ലേക്ക് മാറ്റണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഡൂൺ ഡസും ക്വസ്റ്റ്യനിൽ വന്നാൽ വെർബിനെ V2 ആക്കുക, ഓർമ്മിച്ചേക്കണേ. അപ്പൊ റിമെമ്പർ എന്നുള്ളതിന് എന്താക്കണം? റിമെമ്പേർഡ് ആക്കണം. അധിക V2 ലാസ്റ്റ് ED വെച്ചെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ റിമെമ്പേർഡ് അല്ലേ, മീ എന്നുള്ള എന്താവും? അവനെ എന്നല്ലേ, ഹിം, റിമെമ്പേർഡ് ഹിം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, അപ്പൊ എന്താ വെച്ചത്? ജോൺ ആസ്ക്ഡ് ക്രോണിൻ ഇഫ് ഹി റിമെമ്പേർഡ് ഹിം. അപ്പൊ ഇനിയിപ്പോ ഈ ഡു എവിടെ പോയി? ഡു ഡിഡ് ആക്കണ്ടേന്നൊന്നും കൂടി ചോദിക്കേണ്ട. ഡൂൺ ഡസും ക്വസ്റ്റ്യൻസിൽ വന്നാൽ അത് നമുക്ക് വേണ്ട, എന്നിട്ട് അതിലെ വെർബിനെ നേരെ V2 ആക്കിയാൽ മാത്രം മതി. ഓർത്ത് വെക്കട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്രോണിൻ എന്താ മറുപടി നൽകിയെന്ന് നോക്കാം. ക്രോണിൻ മറുപടി പറഞ്ഞതാ, ക്രോണിൻ റിപ്ലൈഡ് ദാറ്റ്, അത്രയും നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഇവിടെ ഐ എന്ന് പറഞ്ഞു. ക്രോണിൻ ആയതുകൊണ്ടാണ് ക്രോണിൻ ഐ പറഞ്ഞത്, പക്ഷേ ഇപ്പൊ ക്രോണിൻ അല്ലല്ലോ പറഞ്ഞത്, നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഐയെ നേരെ ഹി ആക്കണം. എന്തുകൊണ്ടാണ് ഹി ആക്കിയത്? ക്രോണിൻ ആണാണ്, അതിന് ട്രൗസർ നെയ്ച്ച് നോക്കണ്ട കേട്ടോ. ഓക്കെ, ക്രോണിൻ ആണാണ് അല്ലേ. ദെൻ അടുത്തത് ഹാവ് അല്ലേ വന്നത്. അപ്പോൾ ഹാവ്, ഹാസ് എന്ന ഹെൽപ്പിംഗ് വെർബുകളൊക്കെ വന്നാൽ നിങ്ങൾ എന്താക്കണം? ഹേഡ് ആക്കണം അല്ലേ. അപ്പൊ എന്താ വരിക? ഈ ഹാഡ് എന്ന് വെച്ചെടുക്കുക. ഇനി ബാക്കിയൊക്കെ ഈ ഹാഡ് നെവർ സീൻ യു അല്ലേ, ഈ ഹാഡ് നെവർ സീൻ, വേറൊന്നും മാറ്റണ്ട. യു എന്നുള്ളത് എന്താവും? നിങ്ങളെ എന്നല്ലേ, അത് അവനെ എന്നാവൂല്ലേ. കാരണം ഇവിടെ ജോൺ അല്ലേ ഉദ്ദേശിച്ചത്, എനിക്ക് നിങ്ങളെ കണ്ടിട്ടില്ല, കണ്ടതായി ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവനെ എന്നുള്ളതിന് എന്താ പറയാ? ഹിം. അവളെ എന്നുള്ളതിന് ഹെറും, അവനെ എന്നുള്ളതിന് ഹിം ആണ്. ഇതൊക്കെ ഓർമ്മിച്ചേക്കണേ. ഇനി ഇൻ മൈ ലൈഫ് എന്നല്ലേ, നിങ്ങളുടെ ജീവിതത്തിലല്ല, ക്രോണിന്റെ ജീവിതത്തിൽ. അപ്പൊ എന്താ പറയാ? ഇൻ ഹിസ് ലൈഫ്, അവന്റെ ജീവിതത്തിൽ അല്ലേ. അപ്പൊ എന്താ പറയാ? ഹിം ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, അപ്പൊ എങ്ങനെ ആൻസർ? ക്രോണിൻ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് നെവർ സീൻ ഹിം ഇൻ ഹിസ് ലൈഫ്. ഇതാണ് ഇതിന്റെ ആൻസർ. കിട്ടിയില്ല മക്കളെ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറോട് പറഞ്ഞതാണ്. ഏത് ഡോക്ടർ? നമ്മുടെ ഹോമിയോപ്പതി, സ്നേക്ക് എന്ന പേരുള്ള ഹോമിയോപ്പതി. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ചാപ്റ്ററിന്റെ ഭാഗം തന്നെയാണ് ചോദിക്കാട്ടോ. അതിനിപ്പോൾ ചാപ്റ്ററിന്റെ ആയാലും പുറത്തുനിന്നായാലും നിങ്ങൾക്ക് എങ്ങനെയായാലും ഈ ഗ്രാമർ പഠിച്ചാൽ ഇത് വേറെ കാര്യം. എന്തായാലും ഇവിടെ ഫ്രണ്ട് ഹോമിയോപ്പതിനോട് ചോദിക്കുകയാണ്, ഡിഡ് യു സ്റ്റേ ദ റൂം അഗെയിൻ? നിങ്ങൾ വീണ്ടും ആ റൂമിൽ താമസിച്ചിരുന്നോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഐ ചേഞ്ച്ഡ് മൈ റൂം ആഫ്റ്റർ ദ ഇൻസിഡന്റ്. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ റൂമിനെ മാറ്റി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. അപ്പം എന്താണ് ഫ്രണ്ട് ചോദിച്ചതെന്ന് ചോദിച്ചത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു? ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് ആസ്ക്ഡ് അല്ലെ, ഫുൾ ആയിട്ട് എഴുതണേ. ഫ്രണ്ട് ആസ്ക്ഡ് ആരോടെ ചോദിച്ചത്? ഡോക്ടർ അല്ലെ. ഡോക്ടർ ഇവിടെ സ്മോൾ ലെറ്റർ എഴുതാനുള്ള കാരണം ഇവിടെ എന്താ? സെന്റൻസിന് ഉള്ളിലാണ്. ഫസ്റ്റ് ആണെങ്കിൽ മാത്രം ക്യാപിറ്റൽ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഫ്രണ്ട് ആസ്ക്ഡ് ഡോക്ടർ എന്ന് നമ്മൾ എഴുതി അല്ലെ. എന്താ ചോദിച്ചത്? ഡിഡ് യു സ്റ്റേ ദ റൂം അഗെയിൻ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഡിഡിലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലോ, ഹെൽപ്പിംഗ് വെർബിലാണ് തുടങ്ങിയത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈഫ് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ സാധാരണമാരി ആദ്യം സബ്ജക്റ്റിനെ കണ്ടെത്താം. ഇതിലെ സബ്ജക്റ്റ് യു അല്ലേ, ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞ അടുത്ത സബ്ജക്റ്റ് അല്ലേ. യു ആരെ ഉദ്ദേശിച്ചത്? ഡോക്ടറിനല്ലേ, ഹോമിയോപ്പതരാണല്ലേ. അപ്പൊ എന്താ വരിക? ഇഫ് ഹി അല്ലെ, ഇഫ് ഹി. ഇനി ഡിഡ് എവിടെ വന്നാലും നമ്മൾ എന്താ ചെയ്യണം എന്ന് പഠിച്ചത്? ഡിഡിന് പകരം ഹാഡ് വെക്കണം എന്ന് പറഞ്ഞില്ലേ. ഇനി ഡിഡിന് പകരം ഹാഡ് വെച്ചാൽ മാത്രം പോരാ, ആ സെന്റൻസ് എന്തായാലും ഒരു വെർബ് ഉണ്ടാവില്ലേ, ആ വെർബിനെ V3 ഫോമിലേക്ക് മാറ്റണം എന്ന് പഠിച്ച ഓർമ്മയില്ലേ. അപ്പൊ ഹാഡ് പ്ലസ് V3 ആക്കണം അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹാഡ് സ്റ്റേയിന്റെ V3 എന്താ? സ്റ്റേയ്ഡ്. സ്റ്റേയിന്റെ V2 V3 ഒക്കെ സ്റ്റേയ്ഡ് തന്നെയാണ്. അപ്പൊ ഇഫ് ഹി ഹാഡ് സ്റ്റേയ്ഡ് ദ റൂം അഗെയിൻ അത്ര എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി. അപ്പൊ എങ്ങനെ ആൻസർ വരിക? ഫ്രണ്ട് ആസ്ക്ഡ് ഡോക്ടർ ഇഫ് ഹി ഹാഡ് സ്റ്റേയ്ഡ് ദ റൂം അഗെയിൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ് ഇടണ്ടേ. ഇനി റിപ്ലൈ എന്താണ്? ഐ ചേഞ്ച്ഡ് മൈ റൂം ആഫ്റ്റർ ദ ഇൻസിഡന്റ് എന്നല്ലേ ഡോക്ടർ റിപ്ലൈ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ റിപ്ലൈഡ് ദാറ്റ് അത്രയും നിങ്ങൾ എഴുതുക. ഡോക്ടർ റിപ്ലൈഡ് ദാറ്റ് എന്ന് എഴുതിയിട്ട് ഐ എന്നുള്ള എന്താവും? ഹി ആവും. അയാൾ ആണാണല്ലോ. ഇനി ചേഞ്ച്ഡ് എന്നല്ലേ വെർബ് വന്നത്. അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായി V1 S1 V2 ആയിരിക്കും. ഇവിടെ ലാസ്റ്റത്തെ ED കണ്ടാൽ തന്നെ അറിയാം അത് V2 ആണ് അല്ലെ. V2 ഫോമിലാണല്ലോ സാധാരണ ED അവസാനിക്കുക. പ്ലേഡ്, കുക്ക്ഡ്, ജംപ്ഡ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ചേഞ്ച്ഡ് എന്നുള്ളത് V2 ഫോം ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു. V2 ഫോം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാഡ് വെക്കണം അല്ലെ. ആദ്യം ഹാഡ് വെക്കണം. ഹാഡ് വെച്ചാൽ പിന്നെ വെർബിനെ V3 ഫോമിലേക്ക് മാറ്റണമല്ലോ. അപ്പൊ ഹാഡ് പ്ലസ് V3 ആണ് V2 വന്നാലും വരും. അപ്പൊ ഡിഡിനായാലും അതേപോലെ V2നായാലും നമ്മൾ ഹാഡ് പ്ലസ് V3 വെക്കണം എന്നാണ് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചേഞ്ച്ഡ് എന്നുള്ളതിന്റെ V3 ചേഞ്ച്ഡ് തന്നെയാണ്. ഈ V2 ഫോം ED അവസാനിക്കുന്ന എല്ലാത്തിനും V3 ED ആയിരിക്കും. പിന്നെ റെഗുലർ വെർബ് എന്ന് പറയും. ഇപ്പോൾ കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്, ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ്, പ്ലേഡ്, 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 വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് ഇങ്ങനെ ED അവസാനിക്കുന്ന V2 ഫോമിലൊക്കെ V3യും ED ആയിരിക്കും. അപ്പൊ അത് V2 ആണോ V3 ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? V3 ഫോം ആണെങ്കിൽ അതിന് മുന്നേ ഹാസോ, ഹാവോ, ഹാഡോ തുടങ്ങിയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ടാവും. V2 ആണെങ്കിൽ പിന്നെ ഒരു കുല്ലനും ഉണ്ടാവില്ല. അതിന് മുന്നിൽ എന്താ? ഒരു ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമില്ലാത്ത മുതലാണ് ഇത് നമ്മുടെ V2 അല്ലെ. ഇവിടെ കണ്ടില്ല. അപ്പോൾ ചേഞ്ച്ഡ് V2 ആയതുകൊണ്ട് അതിന് മുന്നിൽ എന്താ ഹെൽപ്പിംഗ് വെർബ് ഒന്നോ ഇല്ല അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹാഡ് അതിന്റെ V3 ചേഞ്ച്ഡിന്റെ V3 എന്താ? ചേഞ്ച്ഡ് തന്നെയാണ്. ഈ ഹാഡ് ചേഞ്ച്ഡ്
മൈ റൂം എന്നുള്ള എന്താവും, ഹിസ് റൂം അയാളുടെ റൂം ആവും. അപ്പൊ ഹിസ് റൂം ആഫ്റ്റർ ദ ഇൻസിഡന്റ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ എന്താ വരിക, ഡോക്ടർ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ചേഞ്ച്ഡ് ഹിസ് റൂം ആഫ്റ്റർ ദ ഇൻസിഡന്റ്. കിട്ടിയില്ല മക്കളെ? ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫാദർ വേർ വേർ യു ഗോയിങ്? ഒരു അച്ഛൻ ഒരു മകളോട് ചോദിക്കുകയാണ്, ഇജ്ജ് എവിടേക്കാ പോയിരുന്നത് അല്ലേ? അപ്പൊ വേർ വേർ യു ഗോയിങ് എന്ന് ചോദിച്ചു. മോള് പറഞ്ഞു ഐ വാസ് ഗോയിങ് ടു മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റ് പോയത് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ അച്ഛൻ എന്താ ചോദിച്ചതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ എഴുതണ്ടേ, ഫാദർ ആസ്ക്ഡ് ആരോട്, ഗേൾ അല്ലെ? ഗേള് സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി, ഗേൾ ഞാൻ ഷോർട്ടായിട്ട് എഴുതിയാണ്. അപ്പോൾ ഫാദർ ആസ്ക്ഡ് ഗേൾ. എന്താ ഫാദർ മോളോട് ചോദിച്ചത്, വേർ വേർ യു ഗോയിങ് എന്നല്ലേ? അപ്പൊ WH ക്വസ്റ്റ്യൻ ഫസ്റ്റ് വേർ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേർഡ് അതേമാതിരി നമ്മൾ ഇവിടെ എഴുതണം. WH ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ വേർഡ് ഇതല്ലേ വേണ്ടത്, വേർ എഴുതി. ഇനി നമുക്ക് നോക്കിയാൽ സബ്ജക്റ്റ് അല്ലേ ഇനി കണ്ടെത്തണ്ടേ? ഇവിടെ യു അല്ലേ, ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാലാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ യു ആണ് ഇതിലെ സബ്ജക്റ്റ്. ആ യു എന്താണ്, ഒരു പെൺകുട്ടി അല്ലേ? ആ പെൺകുട്ടി അതുകൊണ്ട് നമ്മൾ ഷീ എന്ന് എഴുതി അല്ലേ? ഇനി അടുത്ത നോക്കണ്ടേ, ഹെൽപ്പിംഗ് വെർബ് അല്ലേ നോക്കണ്ടേ? ഹെൽപ്പിംഗ് വെർബ് വേർ അല്ലേ മക്കളെ? വാസും വേറും വന്നാൽ ഹാഡ് ബീൻ ആക്കണം എന്ന് പഠിച്ചില്ലേ? അപ്പൊ എന്താക്കണ്ടേ, വേർ ഷീ ഹാഡ് ബീൻ. ഇനി വെർബ് ഉണ്ടോ നോക്കേതാ, ഗോയിങ്. ഹാഡ് ബീൻ ഗോയിങ് ചെയ്താ നേരെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ. അപ്പൊ ആൻസർ എന്താ, ഫാദർ ആസ്ക്ഡ് ഗേൾ വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ഓക്കെ. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി. ഇനി അടുത്ത എന്താ, ഗേളിന്റെ റിപ്ലൈ അല്ലേ? അപ്പൊ നമ്മൾ എഴുതുന്നു ഗേൾ റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ. ഗേള് മറുപടി നൽകി. എന്താ മറുപടി നൽകി, ഐ വാസ് ഗോയിങ് ടു മാർക്കറ്റ് എന്നല്ലേ? ഐ എന്നുള്ള പെണ്ണായതുകൊണ്ട് ഷീ ആക്കി, ഷീ. ഇനി വാസ് അല്ലേ, വാസും വേറും വന്നാ ഹാഡ് ബീൻ ആക്കണ്ടേ? അപ്പൊ എന്താ വരിക, ഷീ ഹാഡ് ബീൻ എന്താ വരിക, ഗോയിങ് ടു മാർക്കറ്റ്. ഷീ ഹാഡ് ബീൻ ഗോയിങ് ടു മാർക്കറ്റ്. ഹെൽപ്പിംഗ് വെർബ് മാത്രം മാറ്റിയാൽ മതി, വേറെ മെയിൻ വെർബിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. ഓക്കെ. ഷീ ഹാഡ് ബീൻ ഗോയിങ് ടു മാർക്കറ്റ്. സിമ്പിൾ അല്ലേ പരിപാടി? ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സഹറയും അലിയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചത് അല്ലേ? അപ്പം മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. സഹറ അലിയോട് ചോദിക്കുകയാണെന്ത്, വാട്ട് വിൽ ഐ വെയർ ടു സ്കൂൾ ടുമോറോ? നാളെ ഞാൻ സ്കൂളിലേക്ക് എന്തെടുത്തിട്ടാണ് എടുക്കാന്ന് ചോദിച്ചു അല്ലേ, ധരിക്കാന്ന് ചോദിച്ചു. അപ്പോൾ അലി പറയുകയാണ്, യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ്. ഞാൻ കിന്റെ ഷൂടാന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ സഹറ ആസ്ക്ഡ് അലി എന്ന് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ? ബാക്കി നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ഫില്ല് ചെയ്യണം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, ഇടുന്നു, സഹറ ആസ്ക്ഡ് അലി മുതൽ തന്നെ എഴുതണം കേട്ടോ. സഹറ ആസ്ക്ഡ് അലി എന്ന് എഴുതുന്നു. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്യണത്, ഇവിടെ ഇതല്ലേ ചോദിച്ചത്, അപ്പോൾ WH ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു. ഏതാ, വാട്ട് എഴുതി. ഈ വാട്ട് പിന്നെ ക്യാപിറ്റൽ എഴുതണം കേട്ടോ, സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ. വാട്ട് എഴുതി. ഇനി ഇതിലെ സബ്ജക്ട് ഏതാ, ഐ അല്ലേ? ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ അടുത്തല്ലേ സബ്ജക്ട്, വില്ലാണല്ലേ ഹെൽപ്പിംഗ് വെർബ് അല്ലേ? അപ്പോൾ ഐ ആണ്. ഐ എന്ന് ഉദ്ദേശിച്ച ഇവിടെ അലീനല്ല, സോറി സഹറനല്ലേ, സഹറല്ലേ പറഞ്ഞ ഞാൻ എന്താ എടുക്കാന്ന്. അപ്പോൾ സഹറ പെണ്ണായതുകൊണ്ട് ഷീ, വാട്ട് ഷീ അല്ലേ? ഇനി വില്ലും ഷാളൊക്കെ വന്നാൽ വുഡ് ആവുന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ എന്താക്കണം, വാട്ട് ഷീ വുഡ് വെയർ ടു സ്കൂൾ ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താ വരിക, വാട്ട് ഷീ വുഡ് വെയർ ടു സ്കൂൾ ദ നെക്സ്റ്റ് ഡേ. ഓക്കെ. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അലിയുടെ റിപ്ലൈന്റെ സ്റ്റാർട്ടിങ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ഒരു ദാറ്റ് വെച്ചെടുക്കാം. അപ്പൊ അലി റിപ്ലൈഡ് ദാറ്റ്. ഇനി എന്താ അലി പറഞ്ഞത്, യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ് എന്നല്ലേ? അപ്പൊ യു എന്നുള്ള പെണ്ണായതുകൊണ്ട് ഷീ ആക്ക അല്ലേ, ഇവളോടല്ലേ പറഞ്ഞത്? അപ്പൊ ഷീ ആക്ക. ക്യാൻ കുഡാവെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഷീ കുഡ് വെയർ മൈ എന്നുള്ളത് അലിയല്ലേ? അപ്പൊ ഹിസ് നാക്ക, അവന്റെ നാക്ക, എന്റെ എന്നുള്ള അവന്റെ നാക്ക. അപ്പോൾ ഷീ കുഡ് വെയർ ഹിസ് സ്നീക്കേഴ്സ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അപ്പോൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയില്ലേ? ഇത്ര സിമ്പിൾ ആണ്. ഓക്കെ. ഇനി തെറ്റിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്ബറും അലിയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അക്ബർ അലിയോട് ചോദിക്കാണ്, വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ അലി പറഞ്ഞു, ഐ വാണ്ട് സം പൊട്ടറ്റോസ്. എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ വേണ്ടെന്നുണ്ട്. അപ്പോൾ അക്ബർ ആസ്ക്ഡ് അലി അല്ലെ, അക്ബർ അലിയോട് ചോദിക്കാണ് എന്ത്, വാട്ട് ഡു യു വാണ്ട് എന്നല്ലേ ചോദിച്ചത്? WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡ് അതേമാതിരി എഴുതുന്നു, വാട്ട്. ഓക്കെ. വാട്ട് എന്ന് എഴുതുന്നു. ദെൻ അതിനുശേഷം പിന്നെന്താ, സബ്ജക്റ്റ് യു അല്ലേ? ആ യു എന്നുള്ള അലി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹി എന്നാക്കുന്നു അല്ലെ, വാട്ട് ഹി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ വെർബില് ഡു വന്നില്ലേ, അതിന്റെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് ഡു ആണ് വന്നത്. അപ്പോൾ ഡു ഡസോ ക്വസ്റ്റ്യൻസിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അതിലെ മെയിൻ വെർബിനെ V2 വെക്കുക. മെയിൻ വെർബ് ഏതാ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വാണ്ടല്ലേ വന്നത്, അതിന് നേരെ V2 വെക്കുക. അപ്പൊ എന്താ വരിക, വാട്ട് ഹി വാണ്ടഡ്. വാണ്ടിന്റെ V2 വാണ്ടഡ്, വാട്ട് ഹി വാണ്ടഡ് എന്ന് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. സിമ്പിൾ അല്ലെ? ദെൻ അടുത്ത അലിയുടെ റിപ്ലൈ അല്ലേ, അലി റിപ്ലൈഡ്. ഇനി ഒരു ദാറ്റ് വെച്ചെടുക്കുക. അലി റിപ്ലൈഡ് ദാറ്റ്. എന്താ, ഐ എന്നുള്ള ഹി ആവും, അലി ആണല്ലേ. ദെൻ വാണ്ട് എന്നുള്ള V1 അല്ലേ, V1 ഫോം ഒക്കെ ആണെങ്കിൽ നമ്മൾ V2 ആക്കണം. വാണ്ടിന്റെ V2 വാണ്ടഡ് അല്ലേ, അപ്പോൾ ഹി വാണ്ടഡ് സം പൊട്ടറ്റോസ്. ഓക്കെ. അത്ര എഴുതി കഴിഞ്ഞാൽ അടുത്ത മാർക്കുമായി. സിമ്പിൾ. ഓക്കെ. ഇനി എട്ടാമത്തെ ചോദ്യം. ഫ്രണ്ട് അഡിച്ചയോട് ചോദിക്കുകയാണ് എന്ത്, വെൻ വിൽ യു റിട്ടേൺ ടു ആഫ്രിക്ക? നീ എപ്പോഴും ആഫ്രിക്കയിലേക്ക് പോവാ, തിരിച്ചു പോവാന്ന് വെച്ചു. അപ്പോൾ അടിച്ചു പറഞ്ഞാൽ ഐ വിൽ ഗോ ടുമോറോ, ഞാൻ നാളെ പോകും. പൊറുതിമുട്ടി ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഫ്രണ്ട് ആസ്ക്ഡ് അടിച്ച്, ഫ്രണ്ട് അടിച്ചയോട് ചോദിക്കുകയാണ് എന്താ ചോദിച്ചത്, WH ക്വസ്റ്റ്യൻ അല്ലേ, വെൻ അല്ലേ? അപ്പോൾ ആ വെന്ന് നമ്മൾ ഇവിടെ എഴുതി. ഫ്രണ്ട് ആസ്ക്ഡ് അടിച്ച്
വെൻ അല്ലേ. ഇനി സബ്ജക്റ്റ് യു അല്ലേ, യു എന്ന ഉദ്ദേശം അടിച്ചിയാണ്, അടിച്ച് പെണ്ണായതുകൊണ്ട് വെൻ ഷീ എന്ന് എഴുതി. ഇനി വിൽ ആയതുകൊണ്ട് വുഡ് ആക്കി, വെൻ ഷീ വുഡ് റിട്ടേൺ ടു അമേരിക്ക എന്ന് എഴുതി എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. മനസ്സിലായില്ലേ. ഇനി അടുത്ത അടിച്ചിയുടെ റിപ്ലൈ ആണ്. എന്താണെന്ന് വെച്ച് അടിച്ച് റിപ്ലൈഡ് ദാറ്റ് അല്ലേ. ഇനി നമുക്ക് ഐ എന്നുള്ളത് അടിച്ചതുകൊണ്ട് എന്ത് വെക്കുന്നു, ഷീ വെക്കുന്നു, വില്ല് വുഡ് ആക്കുന്നു. ഷീ വുഡ് ഗോ ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ ആവും. അപ്പോൾ ഷീ വുഡ് ഗോ ദ നെക്സ്റ്റ് ഡേ. മനസ്സിലായല്ലോ. 9ാമത്തെ ക്വസ്റ്റ്യനും കൂടി ഞാനൊന്ന് പറഞ്ഞുതരും. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും നന്നായിട്ട് ഉത്തരം എഴുതിയിട്ടില്ല ഞാൻ ആദ്യം കാണുന്ന ഒരു കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവാൻ ഏതാ ശരി ഉത്തരം എന്ന് മനസ്സിലാവാൻ. അപ്പോൾ ഏതായാലും ഫസ്റ്റത്തെ ഒറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ ഗ്രാൻഡ് ഫാദർ ബോയോട് പറയാണ് വേർ യു ഇൻ ദ ആഫ്റ്റർനൂൺ, വൈകുന്നേരം അല്ലെ ഉച്ച തിരിഞ്ഞുള്ള സമയം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ. അപ്പം മൂപ്പര് പറയണ ഐ വാസ് ഓൺ ദ ബനിയൻ ട്രീ, ഞാൻ ബനിയൻ ട്രീൻ്റെ പേരാണ്. അച്ചങ്ങ അങ്ങനെയല്ല, ഫുൾ ടൈം ബനിയൻ ട്രീൻ്റെ പേരാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ബോയുടെ ആ ഒരു അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ചോദിച്ചിട്ടുള്ള ആ ചോദ്യം നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ബോയ്. ഓക്കെ, അത്ര എല്ലാവർക്കും അറിയല്ലോ. അത് കഴിഞ്ഞിട്ട് WH ക്വസ്റ്റ്യൻ ആണ്, വേർ ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി, വേർന്ന് എഴുതി. ഓക്കെ, ഇവിടെ എന്ത് എഴുതണം, ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ബോയ് എന്ന് എഴുതണം. അതിന് ശേഷം വേർന്ന് എഴുതി. വേർന്ന് എഴുതിയതിനു ശേഷം നമുക്ക് സബ്ജക്റ്റിനെ കണ്ടെത്തണം. സബ്ജക്റ്റ് ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ യു അല്ലേ, യു എന്ന് ഉദ്ദേശിച്ചത് ഈ ബോയിനെ ആയതുകൊണ്ട് നമ്മൾ വേർ ഹീ എന്നാക്കി. ഇനി വാസും വേറും ക്വസ്റ്റ്യനിൽ വന്നാൽ ഹാഡ് ബീൻ ആക്കണ്ടേ, അപ്പം വേർ ഹി ഹാഡ് ബീൻ എന്നാക്കി. ക്വസ്റ്റ്യനിൽ അല്ല, വാസും വേറും വന്നാൽ ഹാഡ് ബീൻ ആക്കുക, അതൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ വേർ ഹി ഹാഡ് ബീൻ, ഇനി എന്താണ് ഇൻ ദ ആഫ്റ്റർനൂൺ, അത്രയല്ലേ ഉള്ളൂ. വേർ ഹി ഹാഡ് ബീൻ ഇൻ ദ ആഫ്റ്റർനൂൺ, പ്രശ്നം കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, ഇനി അടുത്ത ബോയിന്റെ റിപ്ലൈ അല്ലേ, ബോയ് റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, ബോയ് റിപ്ലൈഡ് ദാറ്റ് എന്ന് എഴുതുക. ഇനി എന്താ ഐ അല്ലേ, ഐ എന്ന് പറഞ്ഞ ബോയ് ആണ്, അപ്പോൾ അത് ഹീ എന്ന് എഴുതി. ഓക്കെ, ഇനി വാസ് വേറെ വന്നാൽ ഹാഡ് ബീൻ ആക്കണ്ടേ, അപ്പോൾ ഹി ഹാഡ് ബീൻ എന്താ ഓൺ ദ ബനിയൻ ട്രീ. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മക്കളെ റിപ്പോർട്ടർ സ്പീച്ച് സിമ്പിൾ അല്ലേ, 2 മാർക്ക് എന്തായാലും വാങ്ങൂലേ, വാങ്ങണം കേട്ടോ. ഇക്കൻ്റെ ഈ ഒരു അധ്വാനത്തിനൊക്കെ നിങ്ങൾ റിസൾട്ട് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഇനി എഡിറ്റിംഗ് ഇങ്ങനെ കുറച്ച് ഗ്രാമറും കൂടി ഉണ്ട്. കോൺവെർസേഷൻ കംപ്ലീഷനൊക്കെ, കോൺവെർസേഷൻ കംപ്ലീഷനിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗും അതേപോലെ തന്നെ ഇഫ് ക്ലോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി കാണുക. എന്നാലും ബാക്കിയുള്ള WH ക്വസ്റ്റ്യൻ SR ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളിപ്പം തന്നെ ഈ വീഡിയോ തന്നെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് വേറെ വീഡിയോ ചെയ്യാം, ഹാഡ് ബെറ്ററും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമറിൽ പക്ക ഫുൾ മാർക്ക് കിട്ടും. അപ്പം നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കാണേണ്ടത് ഇപ്പോഴും കണ്ടു പഠിക്കുക. അതിനുശേഷം പരീക്ഷയുടെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും അല്ലെങ്കിൽ പരീക്ഷകളിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പെങ്കിലും ഈ ഗ്രാമറിൻ്റെ സകല വീഡിയോസും, അതായത് അവസാനത്തെ 31 മുതൽ 36 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മുഴുവൻ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ആ തമ്പനെയിൽ നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് പരീക്ഷയുടെ തൊട്ട് മുന്നേ ഇത് നോക്കിപ്പോയാൽ 100% ഉറപ്പ് ഞാൻ പറയുകയാണ്, ഗ്രാമറിൽ വന്ന 21 മാർക്ക് 26 മാർക്കിന് ഗ്രാമർ വെച്ചിട്ടുണ്ട്. ആ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഞെക്ക എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോകൾ ഇപ്പോഴും കാണണം. അതേപോലെ തന്നെ പരീക്ഷയുടെ തൊട്ട് മുന്നേ കാണാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്തോ, എന്തായാലും കാണാം. അപ്പോൾ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും പരീക്ഷ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.